മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ 3 മരണം, 120-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. വിവരങ്ങളുമായി പ്രേംലാൽ ചേരുകയാണ്. പ്രേംലാൽ, മഹാരാഷ്ട്രയിൽ പലയിടങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ സംസ്ഥാനം എടുത്തിരിക്കുന്ന ഒരു ജാഗ്രത എങ്ങനെയാണ്? മനു, മഹാരാഷ്ട്രയിൽ മഴ മാറിയെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ 2-3 ദിവസമായി കനത്ത മഴ ഉണ്ടായിരിക്കുന്നത്. വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 120-ലധികം പേരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ച് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൊങ്കൺ, ഗോവ, മറാഠവാഡ എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. അത്ര വലിയ ശക്തമായ മഴ മുംബൈ നഗരത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു നഗരമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, അവിടെ ജനജീവിതം തന്നെ നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയാണ് മുംബൈയിൽ. പക്ഷേ മുംബൈയിൽ അത്ര കാര്യമായ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഹാരാഷ്ട്രയിലെ പല പ്രത്യേകിച്ച് കൃഷി സ്ഥലങ്ങൾ ഈ കൊങ്കൺ മേഖലയിലാണ് പ്രധാനപ്പെട്ട ആഘാതം ഉണ്ടാകാൻ സാധ്യതയല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രെയിനുകൾക്കൊക്കെ നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതെ, മറാഠവാഡ, കൊങ്കൺ മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കണ്ടമാനം ഹെക്ടർ കണക്കിന് കൃഷിഭൂമി നശിച്ചതായാണ് അറിയാം. ഇതോടെ കർഷകർ വല്ലാത്ത ദുരിതത്തിലായി. നദികൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുകയും ചെയ്തു. ഇത് സാധാരണ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ദുസ്സഹമാക്കി. ഈ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഇപ്പോഴും നടന്നു വരികയാണ്. ഇതിനായി പ്രത്യേക സംഘം തന്നെ 12-അംഗ സംഘം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത 2-3 ദിവസവും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മനു പ്രവചനം. ഇപ്പോഴും പുറത്ത് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് മുംബൈയിലെ സ്ഥിതി. പക്ഷെ മുംബൈയിൽ ശക്തമായ മഴയൊന്നും 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരി, മുംബൈ നഗരത്തിൽ പ്രശ്നമില്ല, പക്ഷേ മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് ഇപ്പോൾ പ്രേംലാൽ നമ്മളോട് പറഞ്ഞത്. പ്രത്യേകിച്ചും മറാഠവാഡ, ഒപ്പം തന്നെ കൊങ്കൺ മേഖലകളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കൊങ്കൺ ആ മേഖലയിലൂടെ വരുന്ന ട്രെയിനുകൾ ഏറെയും കേരളത്തിലേക്കൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ യാത്രകൾ പ്ലാൻ ചെയ്തിരിക്കുന്നവർ റെയിൽവേയിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രം പോവുക. ട്രെയിനിന്റെ സമയമൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നതൊക്കെ പരിശോധിക്കേണ്ടതാണ്. വിവരങ്ങളാണ് ഇപ്പോൾ പ്രേംലാൽ നൽകിയത്.